പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യപ്പാടി വെണ്ണിമല ക്ഷേത്രത്തിലാണ്. ഇന്നിവിടെ ഒരു ചെറിയ ചടങ്ങ് നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ചരിത്രങ്ങളും പുരാണങ്ങളും നിഗൂഢതകളും നിറഞ്ഞ പുണ്യ പുരാണ ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിൽ പയ്യപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. ഇന്ന് ഈ ക്ഷേത്രത്തിൽ സത്യസായി സേവാ സമിതിയുടെ കുറച്ച് കുട്ടികൾ ഇവിടെ എത്തുന്ന വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. രാവിലെ വെണ്ണിമല ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റിനെ വിളിച്ചപ്പോഴത്തേനാണ് അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത്. അന്നേരം ഞാൻ അവിടെ ചെന്നു. അപ്പം ഇവിടെ വെച്ചാണ് ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. വെണ്ണിമലയെപ്പറ്റി അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതെന്താ പരിപാടി നമ്മുടെ ഇന്നത്തെ? ഇവിടെ സത്യസായി സേവാ സംഘടനയുടെ ഭാഗമായിട്ട് ബാലവികാസ്, കുട്ടികളുടെ ബാലവികാസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അത് എല്ലാ ലോകമെമ്പാടുമുള്ളതാണ്. ലോകം പറഞ്ഞിരിക്കുന്ന ബാലവികാസിലൂടെയാണ് ലോകം വികസിക്കുന്നത്. അതായത് ഈ ബാലന്മാരാണ് വളർന്ന് മുതിർന്ന് അവരിലൂടെ വേണം നമ്മൾ ഈ സനാതന ധർമ്മം പ്രചരിപ്പിക്കാൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോട്ടയം ജില്ലയിൽ 9 സമിതിയുണ്ട്. 9 സമിതികളിലും ബാലവികാസ് യൂണിറ്റുകൾ ഉണ്ട്. ആ യൂണിറ്റുകളിലെ കുട്ടികളുടെ എല്ലാ വർഷവും നമ്മൾ 2 ദിവസത്തെ ക്യാമ്പുകൾ, അത് കോട്ടയം സമിതിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് ഒരു ഐതിഹ്യം ഉറങ്ങുന്ന ഒരു മണ്ണിൽ ഒരു ക്ഷേത്രത്തിൽ ഈ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുകയും ഇവിടുത്തെ ഐതിഹ്യം മനസ്സിലാക്കുകയും ഇന്നൊരു ദിവസം ഇവർ ഇവിടെ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഏകദിന ക്യാമ്പാണ്. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയം തിരുനക്കര അമ്പലത്തിന് പുറകിൽ, അതായത് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ പുറകിൽ നമുക്കൊരു സമിതിയുണ്ട്. അതുപോലെ പാമ്പാടിയുണ്ട്, കറുകച്ചാലുണ്ട്, ഏറ്റുമാനൂരുണ്ട്, ചങ്ങനാശ്ശേരി, ചാന്നാനിക്കാട്, തലയോലപ്പറമ്പ്, അങ്ങനെ 9 സമിതികൾ. ഈ കുട്ടികളൊക്കെ എവിടെയുള്ള കുട്ടികൾ? ഇതിപ്പം കോട്ടയം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള എല്ലാ സമിതികളിലെയും കുട്ടികളാണ് ഇന്നിവിടെ വരുന്നത്. ഒരു 80-നടുത്ത് കുട്ടികളെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്. ഒരുപാട് ചരിത്രങ്ങളുള്ള ക്ഷേത്രമാണ് വെണ്ണിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം. അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഷഡ്കാല ഗോവിന്ദ സ്മാരക കെട്ടിടമുണ്ട്. അതുപോലെ കപില മഹർഷി തപസ് ചെയ്ത ഗുഹയുണ്ട്. അങ്ങനെ ഒരുപാട് പുരാണങ്ങൾ വെണ്ണിമലയെ സംബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരങ്ങളുണ്ട് വെണ്ണിമലയിൽ. അതുപോലെ വെണ്ണിമല ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന തീർത്ഥം ക്ഷേത്രത്തിൻ്റെ 1/2 കിലോമീറ്റർ താഴെയുള്ള തീർത്ഥക്കുളത്തിലാണ് എത്തുന്നത്. അതൊക്കെ നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഒരു കാലത്തും പറ്റാത്ത തീർത്ഥക്കുളം. ഇന്ന് മറ്റേ അമാവാസി ദിവസമല്ല, എല്ലാ അമാവാസി ദിവസങ്ങളിലും എല്ലാ മാസത്തിലെ അമാവാസി ദിവസങ്ങളിൽ ഇവിടെ തിലഹോമം നടക്കുന്നുണ്ട്. ഇവിടെ ഇരുത്തിയിരിക്കുന്ന പിതൃവിന് തിലഹോമം സമർപ്പിച്ച് ശ്രീരാമപാദത്തെങ്കിൽ അർപ്പിച്ച് അത് ഹോമം നടത്തി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന രീതി. എപ്പോഴാണ് തുടങ്ങുന്നത്? രാവിലെ 9 മണിക്ക് തുടങ്ങും. 1.5 മണിക്കൂർ 10:30 തന്നെ. അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേനും ഇവിടെ തിലഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിമണ്ഡപമാണിത്. ഇവിടെ തിലഹോമം, വിഷ്ണു പൂജ, സായുജ്യ പൂജ ഒക്കെയാണ് നടത്തുന്നത്. വെണ്ണിമലയെപ്പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കർക്കിടവാവ്, അതുപോലെ ബലിതർപ്പണ ചടങ്ങുകൾ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ക്ഷേത്രമാണ് വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഇപ്പം തിലഹോമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
സത്യസായി സേവാ സംഘടന കോട്ടയം ജില്ല സംഘടിപ്പിക്കുന്ന ഏകദിന ബാലവികാസ് ക്യാമ്പ് ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികളെല്ലാവരും, അതുപോലെ അവരുടെ രക്ഷിതാക്കളും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അമ്പലത്തിൻ്റെ കൊടിമല ചൂടിലേക്ക് എത്തിച്ചേരാമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രദക്ഷിണ ഭജനയും വേദജപവുമാണ്. ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരും രക്ഷിതാക്കളും കൊടിമല ചുവട്ടിലേക്ക് എത്തിച്ചേരുക. സൈലന്റ്. കുട്ടികളെല്ലാവരും ക്ഷേത്രത്തിൻ്റെ കൊടിമരച്ചോട്ടിലേക്ക് വന്നിട്ട് അവിടുന്ന് ക്ഷേത്രത്തിന് ചുറ്റും നാമജപവുമായി പ്രദക്ഷിണമുണ്ട്. ഈ കൊടിമരത്തിനൊരു പ്രത്യേകതയുണ്ട്. രണ്ടും ഒരേ തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തു നിന്ന് നോക്കിയാൽ ഒറ്റ കൊടിമരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ അകത്ത് 2 കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് വെണ്ണിമലയിലെ ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഈ കുട്ടികളൊക്കെ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവരാണ്. त्वमेव केवलं कर्तासि, त्वमेव केवलं कर्तासि, त्वमेव केवलं कर्तासि, त्वमेव सर्वं दैविदं ब्रह्मासि, त्वं साक्षादात्मासि नित्यं हृदं वच्मि सत्यं वच्मि अवक्तं माम् अववक्तारम् अवश्रोतारम् अवधातारम् अवधातारम् अवालोचानमवशिष्यम् अवपश्चात्ताद् अवपुरस्ताद् अवोत्तरात्ताद् अवदक्षिणात्ताद् अवचोर्ध्वात्ताद् अवाधरात्ताद् सर्वतो मां पाहि पाहि समन्तात् त्वं वाङ्मयस्त्वं चिन्मयः त्वमानन्दमयस्त्वं ब्रह्ममयः त्वं सच्चिदानन्दाल्योऽसि त्वं प्रत्यक्षं ब्रह्मासि त्वं ज्ञानमयो विज्ञानमयोऽसि सर्वं जगदिदं त्वत्तो जायते सर्वं जगदिदं त्वत्तस्तिष्ठति
सर्वं जगदिदं त्वयि लयमेष्यति सर्वं जगदिदं त्वयि प्रत्येति त्वं भूमिरावो नलो निलो नभः त्वं चत्वारि वाक्पदानि त्वं गुणत्रयातीतः त्वम् अवस्थात्रयातीतः त्वं देहत्रयातीतः त्वं कालत्रयातीतः त्वं मूलाधारस्थितोऽसि नित्यम् त्वं शक्तित्रयात्मकः त्वां योगिनो ध्यायन्ति नित्यम् ब्रह्मास्त्वं विष्णुस्त्वं रुद्रस्त्वमिन्द्रस्त्वमग्निस्त्वं वायुस्त्वं सूर्यस्त्वं चन्द्रमास्त्वं ब्रह्मभूर्भुवस्वरो एतत्तव मनुस्वरूपम् गकारः पूर्वरूपम् अकारो मध्यमरूपम् अनुस्वारश्चान्यरूपम् इन्दुरुत्तररूपम् नागः सन्धानम् सकुन्तिका सन्धिः सैषा गणेशविद्या गणगऋषिः निद्रगायत्री छन्दः गणपतिर्देवता ॐ गं गणपतये नमः वक्रतुण्डाय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तिः प्रचोदयात् एकदन्तं चतुर्हस्तं पाशमङ्कुशधारिणम् रथं च वरदं हस्तैर्बिभ्राणं मूषगध्वजं रक्तं लम्बोदरं शूर्पकर्णकं रक्तवाससं रक्तगन्धानुलिप्ताङ्गं रक्तपुष्पैः सुपूजितं भक्तानुकं विनं देवं जगत्कारणमच्युतम् आविर्भूतं च सृष्ट्यादौ प्रकृतेः पुरुषात् परम् एवं ध्यायति यो नित्यं स योगी योगिनां वरः नमो नागपतये नमो गणपतये नमः प्रमथपतये नमस्तेऽस्तु लम्बोदराय गदन्ताय विघ्ननाशिने शिवसुताय वरमूर्तये नमः। शान्ति शान्तिः। यश्चन्दसामृषभो विश्वरूपः छन्दोऽभ्योऽन्यमदात् सम्बभूव समेन्द्रो मेधया शृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचक्षणम् जिह्वा मे मधुमत्तमा कर्णाभ्यां भूरि विश्रुवम् ब्रह्मणः कोशोऽसि मेधया विहितः श्रुतं मे गोपाय ॐ शान्ति शान्ति शान्तिः। ॐ मेधा देवी जुषमाणा न आगा विश्वाजी भद्रा सुमनस्य माना त्वया जुष्टानुदमाना दुरुक्ता बृहद्पदेम विदधे सुवीरा त्वया दुष्टर्षिर्भवदिदेवि त्वया ब्रह्मागतश्रीरुतत्वया त्वया दुष्टचित्रं विन्दते वसुसानो जुषस्सद्रविणो न मेधे मेधां इन्द्रो ददातु मेधां देवी सरस्वती मेधां मे अश्विना उभावा दत्तां पुष्करश्रजा अप्सरासु जया मेधा गन्धर्वेषु जयन्मनः दैवीं मेधा सरस्वती सा मां मेधा सुरभिर्जुषदागुं स्वाहा मेधा सुरभिर्विश्वरूपा हिरण्यवर्णा जलबीजगम्या ऊर्जस्वती पयसा विन्नमाना सा मां मेधा सुप्रतीका जुषन्ता
मयि मेधां मयि प्रजां मयि अग्निस्तेजो ददातु मयि मेधां मयि प्रजां मयि इन्द्रियं ददातु मयि मेधां मयि प्रजां मयि सूर्यो प्राजो ददातु हंसाय विद्महे परमहंसाय धीमहि तन्नो हंसः प्रचोदयात्। ॐ शान्ति शान्ति शान्ति।